ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റിൻ്റെയും അഡ്വാൻസിൻ്റെയും പ്രാക്ടിക്കൽ സെക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ബാനറാണ്. അപ്പോൾ ആദ്യം ബാനർ എന്താണെന്ന് അറിയണ്ടേ. ഈ ബാനർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡിജിറ്റൽ ബാനറും രണ്ട് ഫിസിക്കൽ ബാനറും. ഈ ഡിജിറ്റൽ ബാനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാം മേലെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട നമ്മളെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയാൽ ഇത് അതിൻ്റെ പിക്ചർ ആട്ടാ. ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയാൽ അവരുടെ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മൾ ഓപ്പൺ ആക്കി, അവരുടെ പ്രൊഫൈലാണിത്. ഓക്കെ, അതിൻ്റെ മേലെ എന്തുണ്ടാവും? അവരുടെ ഒരു ബാനർ ഉണ്ടാവും. മനസ്സിലായോ? ഈ ബാനർ ഞാൻ എക്സാമ്പിൾ കിട്ടുമോ നോക്കട്ടെ. ഇതങ്ങനെ ആരും കൊടുക്കലില്ല, അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഞാൻ കിട്ടുമോ നോക്കട്ടെ. യൂട്യൂബ് ചാനൽ ഓൺ ആക്കിയാൽ കണ്ട കണ്ട ഇവിടെ വരുന്ന ഇമേജിനാണ് ബാനർ എന്ന് പറയാ. ഇത് ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനെ അധികാരം കൊടുക്കലില്ല, പക്ഷെ കൊടുക്കുന്നവരുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ട അവർ കൊടുത്താണ്ടോ? ഇതിനാണ് ഡിജിറ്റൽ ബാനർ എന്ന് പറയാം. ഇത് യൂട്യൂബിനുണ്ട്, അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിനുണ്ട്, ലിങ്ക്ഡിനുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൊഫൈലിന്റെ മേലെ നമുക്കൊരു ബാനർ പോലെ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഉണ്ട്. ഇത് എന്താ പറയാ, നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വർക്ക് ഇത് വരൂല. അപ്പോൾ ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ നമ്മളോട് ഫ്രഷ് ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകളൊന്നും ക്യാഷ് കൊടുത്ത് ഒരു ബാനർ സെറ്റ് ചെയ്യൊന്നുമില്ല. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ അധികം റിസ്ക് ഒന്നുമില്ല. നമ്മൾ ഇത്രയും നേരം ഡിസൈൻ ചെയ്ത പോലെ തന്നെയാണ് ഇതും ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയും നേരം ഡിസൈൻ ചെയ്ത പോലെ തന്നെയാണ് ഇതും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇനി ലിങ്ക്ഡിൻ്റെ കാണിച്ചു തരാം. ലിങ്ക്ഡിൻ്റെ ഉണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ ലിങ്ക്ഡിൻ്റെ കിട്ടി, ഒന്ന് കിട്ടി. സാധനം ഉണ്ട്. കണ്ട, ഇതിപ്പോൾ ലിങ്ക്ഡിനിലെ ഒരാളുടെ പ്രൊഫൈലാണ്. ആ പ്രൊഫൈലിൻ്റെ മേലെ കണ്ടോ ഒരു ബാനർ? ഓക്കെ, ഇതിനാണ് ഡിജിറ്റൽ ബാനർ എന്ന് പറയുക. അത് ഫേസ്ബുക്കിനുണ്ട്, ഇൻസ്റ്റഗ്രാമിനില്ല, ഫേസ്ബുക്കിനുണ്ട്, യൂട്യൂബിനുണ്ട്, ലിങ്ക്ഡിനുണ്ട്, അതൊരു സോഫ്റ്റ്വെയറിനുണ്ട്. ഇൻ കേസ് നിങ്ങളോടൊരു ക്ലയൻറ്റ് വന്നിട്ട് അവർക്ക് ഇങ്ങനത്തെ ബാനർ വേണമെന്ന് പറയുകയാണെങ്കിൽ അവരെന്ത് പറയും? അവർ ഏത് സോഫ്റ്റ്വെയർക്കാണ് വേണ്ടതെന്ന് ചോദിക്കും. ഒട്ടുമിക്ക ഇപ്പോൾ ഒരൊറ്റ ബാനർ തന്നെ ആയിരിക്കും അവരെന്തിനു യൂസ് ചെയ്യുക? യൂട്യൂബിനും ലിങ്ക്ഡിനും ഫേസ്ബുക്കിനും എല്ലാതും ഒന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ഈ ലിങ്ക്ഡിന് മാത്രം വേറെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ പ്രൊഫൈലാണ്. ഓക്കെ, അപ്പം അതിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങളോട് ലിങ്ക്ഡിന് ഒരു ബാനർ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ലിങ്ക്ഡിൻ ബാനർ സൈസ് എന്ന് അടിച്ചാൽ മതി. ബാനർ സൈസ് ഇൻ പിക്സൽസ് എന്നടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ആ ബാനറിന്റെ സൈസ് കിട്ടും. എന്നിട്ട് ആ സൈസിൽ ചെയ്താൽ മതി. ഓക്കെ, അവിടെ നമുക്ക് ഡിജിറ്റൽ ബാനറിന്റെ കാര്യത്തിൽ നമുക്ക് അത്രേ പറയാനുള്ളൂ. അവിടെ അധികം പറയാനോ കാര്യങ്ങളൊന്നുമില്ല.
ഇനിയാണ് അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ നോർമൽ ഫിസിക്കൽ ബാനർ. അതിൻ്റെ വർക്ക് നമുക്ക് കുറേ വരും. ഈ ഫിസിക്കൽ ബാനർ എന്ന് പറഞ്ഞാൽ, ഓക്കെ ആദ്യം ബാനർ പറഞ്ഞു. ഇനി ബാനറിൻ്റെ പർപ്പസ് എന്താന്ന് പറഞ്ഞാൽ പ്രൊമോഷനും ബ്രാൻഡ് വിസിബിലിറ്റിയാണ്. അതായത് ഈ ബാനർ, ഫിസിക്കൽ ബാനർ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്, ഫിസിക്കൽ ബാനറല്ല, ടോട്ടൽ ബാനറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷനും ബ്രാൻഡ് വിസിബിലിറ്റിയാണ്. ഓക്കെ, ഇനി ബാനർ ഇത് കൂടുതലായിട്ട്, അതായത് ഈ പ്രൊമോഷനും ബ്രാൻഡ് വിസിബിലിറ്റി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ ബാനറിലാണ്. ഓക്കെ, ഒരു 90% ഫിസിക്കൽ ബാനറും 10% അല്ല 95% ഫിസിക്കൽ ബാനറും 5%, ബാക്കിയുള്ള 5% മാത്രമേ ഡിജിറ്റൽ ബാനറുള്ളൂ. അപ്പോൾ ഈ ഫിസിക്കൽ ബാനർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളൊരു റോഡിൽ, ഒരു ഹൈവേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ കാണുന്ന ഫ്ലെക്സ് ഉണ്ടല്ലോ, അതാണ് ബാനർ. ഓക്കെ, സൈഡിൽ നിങ്ങൾ എത്രത്തോളം പരസ്യം കാണുന്നുണ്ട്, അതെല്ലാം ഇപ്പോൾ ഒരു കമ്പനി പുതിയ പ്രൊഡക്റ്റ് ഇറക്കണം, അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ പരസ്യമല്ലാതെ കാണുന്നത് നിങ്ങൾ. പിന്നെ ബ്രാൻഡ് വിസിബിലിറ്റി, ഓക്കെ, അവരുടെ ബ്രാൻഡിനെ ഹൈലൈറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് വിസിബിലിറ്റി എന്ന് പറയുക. അപ്പോൾ നിങ്ങളൊരു റോഡിലൂടെ പോകുമ്പോൾ ആ റോഡിൽ ഇഷ്ടംപോലെ പോസ്റ്റർ ഒട്ടിച്ചതല്ല ഞാൻ പറഞ്ഞത്, ഫ്ലെക്സ് ഒട്ടിച്ചതുണ്ടാവും. ഓക്കെ, ഫ്ലെക്സ് ഒട്ടിച്ചതുണ്ടാവും, അതാണ് ബാനർ ഷേക്ക്. ഓക്കെ, അത് യൂസ് ചെയ്യുന്നത് പ്രൊമോഷനും ബ്രാൻഡ് വിസിബിലിറ്റിക്കും വേണ്ടിയാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബാനർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്വിക്കായിട്ട്, ഇപ്പോൾ ഒരു റോഡിലൂടെ നിങ്ങളൊരു പരസ്യം എത്ര സെക്കൻഡാണ് കാണുക. ഇപ്പോൾ ഒരു കാർ എടുത്ത് നിങ്ങൾ റോഡിലൂടെ പോവാണ്, അപ്പോൾ നിങ്ങളെ മുന്നിൽ വരുന്ന ഒരു ഫ്ലക്സ് നിങ്ങൾ എത്ര സെക്കൻഡാണ് നിങ്ങൾ അതിൽ കാണുക? ഒരു 1 to 3 സെക്കൻഡ് അല്ലെങ്കിൽ 1 to 5 സെക്കൻഡാണ് നിങ്ങൾ അത് കാണുള്ളൂ. ഓക്കെ, ഇപ്പോൾ റോഡിലൂടെ പോകണ എല്ലാവരും വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ആ ഫ്ലെക്സിലേക്ക് നോക്കി നിൽക്കൂലല്ലോ. ഓക്കെ, പോകുമ്പോൾ അതൊന്ന് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നോക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര? 1 to 5 സെക്കൻഡ്. ഓക്കെ, അത്രയല്ലേ നോക്കുള്ളൂ. അപ്പോൾ ആ ഒരു സെക്കൻഡിനുള്ളിൽ ആ ബാനറിൽ എടുത്ത് കാണിക്കുന്ന, അതിൽ നോക്കുന്ന ആൾക്ക് അതിലൊരു അറ്റൻഷൻ വേണം, മനസ്സിലായോ? പിന്നെ ആ ബൈക്ക് വരുമ്പോൾ അതൊന്നും കൂടെ നോക്കണം എന്നുള്ളൊരു തോന്നൽ വരണം. അത്രക്കൊരു അറ്റൻഷൻ ഗ്രാബിങ് ആയിരിക്കണം, മനസ്സിലായോ? അങ്ങനെ ആയിരിക്കണം എന്തെന്ന് പറയുന്നത്, ഉണ്ടാക്കുന്ന ബാനർ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ എയിം. പിന്നെ സിമ്പിൾ മെസ്സേജ് ആയിരിക്കണം. ബാനറിൽ നമ്മൾ ഒരുപാട് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യില്ല, സിമ്പിൾ കാര്യങ്ങൾ. പെട്ടെന്ന് ഒരാൾക്ക് കണ്ടായി ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ, 1 to 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ അയാളത് കാണും വേണം, അയാൾക്കത് മനസ്സിലാവും വേണം. അത്ര പെട്ടെന്ന് ക്വിക്കായിട്ട് അയാളുടെ അറ്റൻഷൻ നമുക്ക് എടുക്കണം. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബാനർ ഉപയോഗിക്കുന്നതിൻ്റെ നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ബാനർ എന്ന് പറയുന്നത് ഒരുപാട് സൈസിൽ വരും. ഓക്കെ, ബാനർ എന്ന് പറയുന്നത് കാരണം എന്താ? ഈ ബാനർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രെയിമിനനുസരിച്ചാണ്. ഫിസിക്കൽ ബാനർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രെയിമിനനുസരിച്ചാണ്. ഞാൻ ഇവിടെ കുറച്ച് ബാനർ എടുത്തിട്ടുണ്ട്. ഈ മലയാളം ബാനർ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ച്. പക്ഷെ മലയാളം ബാനർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ബാനർ മലയാളത്തിൽ ബാനർ ഇല്ല. ഞാൻ തപ്പിയിട്ട് ഒരു നല്ല ബാനർ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്കതിൽ പുതുമയുള്ള, അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതൽ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും മലയാളം ബാനറിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, കണ്ട, ഇതൊക്കെ ബാനർ ഞാൻ ഇവിടെ ഒന്ന് കണ്ടിന്യൂ ഒരു പ്ലേസ് ചെയ്ത് വെച്ചേ. കണ്ട, ഇതൊരു ഫ്ലെക്സാ, പക്ഷെ ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വെച്ചതല്ല, ഇത് വേറെ എന്തിനോ വെച്ചതാണ്. കണ്ട, നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ വെക്കുന്ന, കണ്ട, ബിൽ ബോർഡിന് കൊടുക്കുന്ന ബാനറാണ്. കണ്ട, ഇതിനാണ് ബാനർ എന്ന് പറയാ. ഇനി ബാനറിന് തന്നെ എന്തിനൊക്കെ വരും? നല്ലൊന്ന് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഈ ബാനർ തന്നെ ഏതിനൊക്കെ വരും, ഏതൊക്കെ സൈസിൽ വരും? ഡിഫറൻറ്റ് സൈസിൽ വരും. ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കിടക്കുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഞാൻ മനസ്സിലാക്കാം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ താഴേക്കൂടെ ഉള്ള ലൈന്. കണ്ട, ഇതിനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുക. കണ്ട, ഇങ്ങനെ. ഇതാണ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ബാനർ എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടലിനും വരും വെർട്ടിക്കലിനും വരും. കണ്ട, ഇതിപ്പോൾ ഹൊറിസോണ്ടലാണ്. ഇനി വെർട്ടിക്കലിൽ വരുന്ന ബാനർ ഉണ്ട്. കണ്ട, ഇതൊക്കെ എന്താ? വെർട്ടിക്കലിൽ വരുന്ന ബാനറാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഫ്ലെക്സ് ആണോ പോസ്റ്റർ ആണോ എന്നുള്ള ഡൗട്ട് വരും.
ഓക്കെ, അത് ചില കേസിൽ അങ്ങനെ വരും. നമുക്ക് ഫ്ലക്സ് ആണോ ബാനർ ആണോ മനസ്സിലാവില്ല. പിന്നെ നമ്മളോട് ക്ലയന്റ് പറയും അവരെന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മളോട് പ്രത്യേകം എടുത്ത് പറയും. ഓക്കെ, ബാനറിനാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമുക്ക് എന്ത് തരണം, ക്ലയന്റ് നമുക്ക് സൈസ് തന്നാലാണ് നമുക്ക് ബാനർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കാരണം എന്താ, ഈ ബാനർ എന്ന് പറയുന്നത് ഒരു ഫ്രെയിമിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങളൊരു ഫ്ലെക്സ് അടിക്കുകയാണ്, അപ്പൊ ആ ഫ്ലെക്സിന് എന്തുണ്ടാവും, ഒരു സൈസ് ഉണ്ടാവില്ലേ. ഓക്കെ, നിങ്ങൾ ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കൂലേ, എന്നിട്ട് അതിന്റെ മേലല്ലേ നിങ്ങൾ ആ ഫ്ലെക്സ് അടിക്കുള്ളൂ. അപ്പൊ ആ ഫ്രെയിമിന്റെ സൈസ് കിട്ടിയാലല്ലേ നമുക്ക് ആ ഫ്രെയിമിന്റെ സൈസ് കിട്ടിയാലേ നമുക്ക് ആ സൈസിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ബാനറിന് എന്ത് തരും, ക്ലയന്റ് നമുക്ക് എന്ത് തരും, അതിന്റെ സൈസ് തരും. ഓക്കെ, പിന്നെ ഇനി ഹൊറിസോണ്ടൽ ബാനർ ഞാൻ കാണിച്ചു തരാം, അല്ല വെർട്ടിക്കൽ ബാനർ ഞാൻ കാണിച്ചു തരാം. വെർട്ടിക്കൽ ബാനർ എന്ന് പറഞ്ഞാൽ മലയാളം ബാനറിൽ അധികം ഡിസൈൻ നമുക്ക് വരുന്നില്ല. കണ്ട, ഇതൊരു വെർട്ടിക്കൽ ബാനറാ. ഇതെവിടെ യൂസ് ചെയ്യാം, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താ, ഇതെവിടെ യൂസ് ചെയ്യാം, ഇത് മാളിലും അതുപോലെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ വെർട്ടിക്കൽ ബാനർ. ഇത് മറ്റേ റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് എന്തോ ആയിക്കോട്ടെ, ഇതാണ് വെർട്ടിക്കൽ ബാനർ. ഓക്കെ, ഇത് ആളുകൾ കൂടുന്നിടത്ത് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയാ, വെർട്ടിക്കൽ ബാനർ എന്ന് പറയാം. വെർട്ടിക്കൽ ബാനർ ഈ ഒരു ടൈപ്പ് ബാനറാണ് ഞാൻ പറഞ്ഞ ആളുകൾ കൂടുന്നിടത്ത് യൂസ് ചെയ്യുന്നതാണെന്ന്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മെക്കാനിക്സ് ആണ്. ഇതിന്റെ ബാക്കിൽ ഒരു സാധനം ഉണ്ടാവും, അതൊരു ഊരിയാതെ എന്താവും, ഇത് ഇങ്ങനെ താന്ന് പോയിട്ട് ഇത് മാത്രമായിട്ട് കിട്ടും. ഇത് നമ്മൾ റോൾ അപ്പ് ബാനർ എന്ന് പറയും. ഇനി ഈ വെർട്ടിക്കൽ ബാനർ തന്നെ നമ്മൾ റോഡ് സൈഡിൽ പരസ്യത്തിന് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റേഡിയത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫാൻസ് യൂസ് ചെയ്യുന്ന വെർട്ടിക്കൽ ബാനറാണ്. അങ്ങനത്തെ ഒരുപാട് ബാനർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ വെർട്ടിക്കൽ ബാനറിന്റെ ഒട്ടുമിക്ക കാര്യം, ഫിസിക്കൽ ബാനറിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ബാനറിന്റെ സൈസ് അത് വെർട്ടിക്കൽ ആയാലും ഹൊറിസോണ്ടൽ ആയാലും ഡിസൈൻ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ. അതിൽ വേറെ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാൻ വേറെ ഒന്നുമില്ല. പിന്നെ ബാനറിന്റെ സൈസ് കാര്യങ്ങൾ ആര് തരും, നമുക്ക് ക്ലയന്റ് തരും. നമ്മൾ അതിനനുസരിച്ച് അവർക്കനുസരിച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ എന്താണുള്ളത്, ഡിജിറ്റൽ ബാനറാണുള്ളത്. ഡിജിറ്റൽ ബാനർ എന്ന് പറഞ്ഞാൽ അത് ഫേസ്ബുക്ക് കവർ, യൂട്യൂബ് ചാനൽ കവർ, അതുപോലെ വെബ്സൈറ്റിന്റെ ഹെഡറിലൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ലിങ്ക്ഡിന് അതുപോലെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ക്ലയന്റ് ഡിജിറ്റൽ ബാനറിനാണ് തന്നിട്ടുള്ളത്. ഡിജിറ്റൽ ബാനർ നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഡിജിറ്റൽ ബാനറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ക്ലയന്റ് നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് അറിയാത്തൊരു സാധനത്തിന്റെ എന്താണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആപ്പിന്റെ പേരടിച്ചിട്ട് ബാനർ സൈസ് എന്ന് അടിക്കുക. ഓക്കെ, പൊതുവെ ഇത്ര ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത ആപ്പ് തന്നെ ഉള്ളൂ. അതിൽ ലിങ്ക്ഡിൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആ ലിങ്ക്ഡിൻ തന്നെ ഉള്ളൂ ബാനർ ആഡ് ചെയ്യാനുള്ളത്, വേറെ അധികം ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ എന്തിൻ്റെ ബാനർ അടിക്കാം, വെബ്സൈറ്റ് ബാനർ സൈസ് പിക്സൽസ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ വെബ്സൈറ്റ് ബാനറിന്റെ സൈസ് നമുക്ക് കിട്ടും. ആ സൈസിൽ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, വെബ്സൈറ്റ് ബാനറിന്റെ സൈസും ഇതുപോലെ ഫിസിക്കൽ ബാനർ പോലെയാണ്, അവർ തരും. കാരണം അവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അതിന്റെ വിഡ്ത്തും ഹൈറ്റും എന്തായാലും അവർക്ക് വേണം. കാരണം അത് വിഡ്ത്തോ ഹൈറ്റോ കൂടിയാൽ വെബ്സൈറ്റ് ഭയങ്കര ബോറായിട്ട് തോന്നും. ഓക്കെ, പിന്നെ ഈ ഫേസ്ബുക്കിന്റെ ലിങ്ക്ഡിൻ്റെ ഒക്കെ ഫിക്സ്ഡ് റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാം, ഫേസ്ബുക്ക് ബാനർ സൈസ് സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ഫേസ്ബുക്കിന്റെ ബാനറിന്റെ സൈസ് കിട്ടും. കണ്ട, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ പറയുള്ളൂ, ഇനി കോമൺ സൈസ്. ഈ കോമൺ സൈസ് എന്ന് പറഞ്ഞാൽ സ്മോള്, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞ കോമൺ സൈസ് ആണ്. ഈ ഫിസിക്കൽ ബാനറിൽ ഇത് കണ്ട, ഇതൊക്കെ വെർട്ടിക്കൽ ബാനറാണ്. കണ്ടോ, അതിന്റെ യൂസ് ഫോർ ഇൻഡോർ യൂസ്, ഫോർ ഔട്ട്ഡോർ ഇവന്റ്സ്, ഫോർ ലാർജ് ഇവന്റ്സ്, സ്റ്റേഡിയംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ സൈസ് എന്നുള്ള രീതിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ ബാനറിന്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടന്റ്, അതായത് ബാനറിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബോൾഡ് ഹെഡ്ലൈൻ ആയിരിക്കണം, അതാണ് നമ്മുടെ മെയിൻ മെസ്സേജ്. പിന്നെ ഹൈ ക്വാളിറ്റി ഇമേജ് ആയിരിക്കണം. പിന്നെ കോൾ ടു ആക്ഷൻ ബട്ടൺ ഉണ്ടായിരിക്കണം. പിന്നെ കമ്പനി ലോഗോ. അത്ര മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം ഈ റോഡ് സൈഡിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ അത് മുഴുവൻ ഒരു 5 സെക്കൻഡിൽ അത് മുഴുവൻ വായിക്കാനുള്ള സ്കില്ലൊന്നും ആളുകൾക്കില്ല. പിന്നെ എത്ര ആൾക്കാരാണ്, ഒരു 100 ആൾക്കാർ അവിടെ പോയാൽ എത്ര ആൾക്കാരാണ് വണ്ടി അവിടെ നിർത്തിയിട്ട് അത് വായിക്കാനുള്ള ചാൻസ് കൂടുതൽ, മനസ്സിലായോ? അതൊക്കെ ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അത്ര 100-ൽ 1%, 100-ൽ 0.5%. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാനറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ബോൾഡ് ഹെഡ്ലൈൻ ആയിരിക്കണം, ഹൈ ക്വാളിറ്റി ഇമേജ് ആയിരിക്കണം, കോൾ ടു ആക്ഷൻ ബട്ടൺ വേണം, കമ്പനി ലോഗോ വേണം. പിന്നെ ഈ ബാനർ എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതിന്റെ ഒരു കോമൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എത്രയും പറഞ്ഞില്ലേ, ഇതാണ് ഇതിന്റെ ഒരു കോമൺ സ്ട്രക്ചർ. ഇനി നമ്മളോട് ക്ലയന്റ് ആവശ്യപ്പെടുകയാണ് അവർക്ക് ഇങ്ങനെ വേണം, അവർക്ക് അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നൊക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അവർ ഇപ്പം ഇതിനാണ് ഞങ്ങൾക്ക് റോഡ് സൈഡിൽ വെക്കാനാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ,
ഇപ്പോൾ നമുക്ക് വന്നു, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എനിക്കൊരു ക്ലയൻറ്റ് വന്നു, എന്നോട് പറഞ്ഞ് അവർക്കൊരു ബാനറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ അവരോട് അത് ചോദിച്ചു, നിങ്ങൾക്ക് ബാനർ എന്തിന് യൂസ് ചെയ്യാനുള്ളതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് റോഡ് സൈഡിൽ ഫ്ലെക്സ് അടിക്കാനുള്ളതാണ് ബാനർ. അപ്പോൾ അവർ ഡാറ്റകളൊക്കെ തന്നു, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചാൽ ആളുകൾ അത് ശ്രദ്ധിക്കൂല, കാരണം അതിൽ പോകുന്ന വണ്ടികൾക്ക് 1 സെക്കൻഡ് തൊട്ട് 5 സെക്കൻഡ് വരെയാണ് അതിൽ കാണാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും ടെക്സ്റ്റ് ആഡ് ചെയ്താൽ ആളുകൾ എന്ത് ചെയ്യാൻ ചാൻസ് ഇല്ല, ഇത് മുഴുവനായിട്ട് വായിക്കാനുള്ള ചാൻസ് ഇല്ല, അതിൽ നിന്നൊരു അറ്റൻഷൻ കിട്ടില്ല. അപ്പോൾ നമുക്കത് ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചെയ്യണോ, അത് നിങ്ങളെ ഓപ്ഷൻ ആട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് വരുമ്പോൾ തന്നെ ക്ലയൻറ്റിന് ആവശ്യപ്പെട്ട രീതിക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓക്കെ, അത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ക്ലയൻറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ബാനർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത്രയാണ് ബാനറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു ബാനർ ക്രിയേറ്റ് ചെയ്യണം, കാരണം നമുക്കൊരു ബാനർ തപ്പണം. പുതുമയുള്ള എന്തെങ്കിലും ഒരു ബാനർ വേണം നമുക്ക്, എന്നാലാണ് നമുക്ക് അതിലെന്തെങ്കിലും ചെയ്യാനുണ്ടാവുള്ളൂ. എന്തെങ്കിലും പുതുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എത്രയും നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അതിന്നൊക്കെ പുതുതായിട്ട് പുതിയ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് വേണം. ഇവിടെ ഞാനൊന്ന് കണ്ടല്ലോ, നമുക്കിത് ചെയ്യാം. ഇതിൽ നമുക്ക് എന്തുണ്ട്, ഫ്രെയിം ആഡ് ചെയ്തിട്ട് ചെയ്യാനുണ്ട്. വേണ്ട, ഇത് ഫ്രെയിമാണ്, ഈ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാനർ ചെയ്യാം. ഇതൊരു വെബ് ബാനറാണ് കേട്ടോ, ഒരു വെബ്സൈറ്റിൻ്റെ ബാനറാണ്. അപ്പോൾ അവരതിൻ്റെ സൈസ് തന്നിട്ടുണ്ട്, ഇവിടത്തേനെ തന്നിട്ടുണ്ട് 711 പിക്സൽ ടു 400 പിക്സൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ കുറച്ച് ഡാർക്ക് ഗ്രീൻ ഉണ്ട്, പിന്നെ ഈ ഫ്രെയിമിന് എന്തുണ്ട്, ഷാഡോ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കളർ പിക്കർ യൂസ് ചെയ്തിട്ട് കളർ പിക്ക് ചെയ്യുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യാം, കളർ പിക്കർ HTML കളർ പിക്കർ എടുക്കുക, സ്ക്രോൾ ചെയ്യുക, യൂസ് HTML5. അതിന് മുന്നേ എന്ത് ചെയ്യണം, ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഇവനെ ഈ പേജ് ഇവിടുന്ന് ലെഫ്റ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് താഴേക്കട് വലിച്ചാൽ എന്ത് കിട്ടും, അവൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവനെ നമുക്കത് ചെറുതാക്കാം, ഇല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ എന്തുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ അവനെ കിട്ടൂല. ക്ലിക്ക്, കളർ പിക്ക് ചെയ്യുക, താഴേക്ക് പോവുക, നമുക്ക് എന്ത് കിട്ടി, ആ കളർ നമുക്കിവിടെ കിട്ടി. ക്യാൻവ ഓപ്പൺ ചെയ്യുക, ന്യൂ ഡിസൈൻ കൊടുക്കുക, കസ്റ്റം സൈസ് കൊടുക്കുക, 711 പിക്സൽ ടു 400 പിക്സൽ, അതാണ് അതിൻ്റെ സൈസ്. ഓക്കെ, ഇവിടെ ക്ലയൻറ്റിൻ്റെ പേരും ക്ലയൻറ്റ് എന്താണ് തന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അതിന് മുന്നേ ഞാൻ ടെംപ്ലേറ്റിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് കുറച്ച് പറഞ്ഞു. ടെംപ്ലേറ്റ് അങ്ങനെയാണ്, ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ബാനറും കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ടെംപ്ലേറ്റിലുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണമെന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. വേണ്ട, ബാനർ ഇഷ്ടംപോലെ ടെംപ്ലേറ്റിൽ അവൈലബിൾ ആണ്, നല്ല അടിപൊളി ബാനർ. ഇതൊക്കെ എന്താ, ഇതൊക്കെ പ്രീമിയം ആണ്. ഓക്കെ, അപ്പോൾ പ്രീമിയം നമ്മുടെ കയ്യിൽ 250 രൂപക്ക് ക്യാൻവൻ്റെ പ്രീമിയം, 4000 രൂപൻ്റെ പ്രീമിയം നമ്മുടെ കയ്യിൽ 250 രൂപക്ക് അവൈലബിൾ ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും നല്ല അടിപൊളി ബാനേഴ്സ് ടെംപ്ലേറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഇവിടെ ഫിസിക്കൽ ബാനറിന് സെർച്ച് ചെയ്താൽ അതും കിട്ടും. കണ്ടാ, ഫിസിക്കൽ ബാനർ സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതും കിട്ടും. ഇത്രയും ടെംപ്ലേറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ടെംപ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ പക്ക അതുപോലെ ചെയ്യാതെ അതിലെ കളറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ കളർ പാലറ്റ് ഇട്ടിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക, എലമെന്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക. ടെംപ്ലേറ്റ് യൂസ് ചെയ്യലാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. എല്ലാവിധ ടെംപ്ലേറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ പിന്നെ
നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാൻ പാടില്ലല്ലോ. ഞാൻ സ്ക്രാച്ച് ഒന്ന് ചെയ്യുന്നത് മുതൽ നിങ്ങൾക്ക് കാണിച്ചു തരണം. അതുകൊണ്ടാണ് ഞാൻ സ്ക്രാച്ചും ചെയ്യുന്നത്. നിങ്ങൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. പിന്നെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫസ്റ്റത്തെ ഒന്നും നോക്കാതെ കുറച്ച് താഴത്തേക്ക് പോയിട്ട് നോക്കുക. ഓക്കെ, താഴത്തേക്ക് പോയിട്ട് നല്ല സാധനം ഉണ്ടെങ്കിൽ ഇവിടെ ഷോമോർ കൊടുത്താൽ സാധനം ഇങ്ങനെ വരും. കണ്ടാ, ഷോമോർ കൊടുത്താൽ സാധനം ഇങ്ങനെ വരും. താഴത്തേക്ക് പോയിട്ട് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റ് അവർ ഓൾറെഡി ടെംപ്ലേറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. ഒട്ടുമിക്ക ക്ലയൻസും അവർ ഓൾറെഡി ക്യാൻവയിൽ കയറിയിട്ട് ടെംപ്ലേറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് അവരെ കൊണ്ട് ഇത് പറ്റൂല എന്ന് കാണുമ്പോഴാണ് അവർ നമ്മളെ ഹയർ ചെയ്യുള്ളൂ. ഓക്കെ, നമ്മളെ വിളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ പക്ക ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് മനസ്സിലാവും ടെംപ്ലേറ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഐക്കൺസ് ഒക്കെ മാറ്റിയിട്ട് അതിൽ നമ്മുടേതായ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിൽ നമ്മുടേതായ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ക്ലയന്റിനെ പ്രസന്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു ടെംപ്ലേറ്റ് ആണ്, ഞാൻ ഇവിടെ നിന്ന് ഇയാളെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു വേറെ ആളെ വെക്കുക. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, നമുക്കതിൽ നമ്മൾ ചെയ്യാം. ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് എടുത്ത് ചിരിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഈ സൈഡ് നമുക്ക് സെറ്റാക്കാം. ഇവരെല്ലാം കൂട്ടിയിട്ട് ഇവനും കൂട്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവ ഓപ്പൺ ചെയ്യാം, എലമെൻസ് പോവാം, ബോക്സ് എടുക്കുക, ബോക്സ് ക്ലിക്ക് ചെയ്യുക, കളറിൽ പോവുക, ആഡ് കളർ വെക്കുക. നമ്മൾ കോപ്പി ചെയ്ത് എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ വലുതാക്കുക. ഒരു സെൻറ്റർ എന്ന രീതിയിലല്ലേ കടന്നതിന് അവിടെ, കണ്ട സെൻറ്റർ എന്ന രീതിക്കാണ് അതവിടെ കടന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, സെൻറ്ററൊക്കെ ആക്കണം. ഓക്കെ, ഏകദേശം സെൻറ്ററായി. സെൻറ്റർ ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, അവിടെ ലോക്കായി നിന്ന്. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, സെൻറ്റർ ആയിട്ടില്ല. സെൻറ്ററാണ്. താഴെ നോക്കിയാൽ മതി. കണ്ട, ഇത് സെൻറ്ററാണ്. ഇനി എന്ത് ചെയ്യണം, അങ്ങനെ സെൻറ്റർ ആക്കുമ്പോൾ ഇത് ഇത്ര ചെരിയണ്ട, മനസ്സിലായ? കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ഇങ്ങോട്ടാക്കാം. ഓക്കെ, സെൻറ്ററാക്കി നിർത്തണ്ട. സെൻറ്ററാക്കി നിർത്തിയാൽ നമുക്ക് ഇവിടെ ഇമേജ് ആഡ് ചെയ്യാണ്ട് അതെന്താവില്ല, അവിടെ ഫിറ്റായി നിൽക്കൂല. അവിടെ നമുക്ക് ഇമേജ് ഉണ്ട്. പക്ഷെ നമ്മൾ എടുത്ത ഇമേജിൽ സെൻറ്ററുമാണ്. എന്ത് ചെയ്യുമോ നമ്മൾ, ഓക്കെ ഇത് മതി, ഇത് കറക്റ്റാണ്. ഞാൻ എടുക്കാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഫ്രെയിം ആഡ് ചെയ്യണം. ഈ ഫ്രെയിം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇതൊരു സ്ക്വയർ എടുത്തിട്ട് നമുക്ക് റൗണ്ട് കോർണർ റൗണ്ട് ചെയ്താൽ മതി. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് സെപ്പറേറ്റ് ഫ്രെയിമാണ്. കണ്ടാ, ഈ ടൈപ്പ് ഫ്രെയിം നമുക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കണം ആദ്യം. അപ്പോൾ പോവുക, ഫ്രെയിം സെർച്ച് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഫ്രെയിംസ് എടുക്കുക. ഫ്രെയിംസിൽ വന്നാൽ ബേസിക് ഫ്രെയിം ഉണ്ട്, ലെറ്റർ ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഫ്രെയിമാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ബേസിക് ഫ്രെയിമിൽ പോയേക്കാം. അവിടെ എന്താ ഉള്ളത് നോക്കാം. ഈ സ്ക്വയർ രണ്ടെണ്ണം വേണം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ കാണിച്ചു തന്ന പോലുള്ള ആ ഒരു ഫ്രെയിമാണ്. ആ ഒരു ഷേപ്പിലുള്ള ഫ്രെയിമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ഷേപ്പിലുള്ള ഫ്രെയിം ഇവിടെ അവൈലബിൾ അല്ല. ആ ഒരു ഷേപ്പിലുള്ള ഫ്രെയിം എന്തല്ല, അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ആദ്യം ആ ഷേപ്പിൻ്റെ പേര് അടിച്ചു നോക്കാം. അപ്പോൾ പേര് കിട്ടാനും ഞാൻ ഇവിടെ ഒരു ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. നമ്മളെന്ത് ചെയ്യാം, ബ്രൗസർ കയറിയിട്ട് നമ്മളെ ഇത് സെലക്ട് ചെയ്യാം.
എന്നിട്ട് ഇത് മുഴുവൻ സെലക്ട് ചെയ്യാം. മുഴുവൻ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അത് മുഴുവൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇമേജ് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇമേജ് ടു ഷേപ്പ് ഐഡന്റിഫയർ. ഓൺലൈൻ സെർച്ച് ചെയ്യാം. അപ്പോൾ കട്ട് ഔട്ട് ഷേപ്പ് ഫ്രം ഇമേജ് ഫ്രീ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കാണ്, കിട്ടുമോ നോക്കാം നമുക്ക്. വലിയ ചാൻസ് ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ഇത് ഇമേജിനെ ഫ്രെയിം ആക്കാനാണ്. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് ഓൾറെഡി ഉള്ള നിലവിലുള്ള ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിം ഈ ഷേപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല, നമുക്കത് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്കലി അങ്ങനെ ഒരു ഫ്രെയിം ഇല്ല. പിന്നെ ഡിവൈസ് ആണുള്ളത്, ഡിവൈസിലും ഉണ്ടാവില്ല. ഇതിലുമില്ല. റെട്രോ കിട്ടി. കണ്ടാ, ഇതാണ് സാധനം. ഇനി ഇതിൻ്റെ സൈഡ് എന്താണ്, ഒരു സർക്കിൾ രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കിൾ ആക്കി നോക്കാം. സർക്കിൾ ആക്കിയാൽ ഈ ഒരു കോർണർ സർക്കിൾ ആയാൽ ടോട്ടൽ സർക്കിൾ ആവും. അങ്ങനെ സർക്കിൾ ആവാൻ പാടില്ല. ഈ ഒരു കോർണർ സർക്കിൾ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഏകദേശം കറക്റ്റാ. മനസ്സിലായോ? ഇവിടെ എന്താ അറിയോ, ഈ ഒരു കോർണർ ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ റൗണ്ട്, അതായത് കോർണർ റൗണ്ട് ചെയ്തപ്പോൾ എന്തായി, ഈ കോർണറും കൂടെ എന്തായി, സർക്കിളായി. ഓക്കെ, അപ്പം എന്നാലും ഏകദേശം എന്താണ്, ഷാർപ്പാണ്, പ്രോബ്ലം അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇനി ഇവിടെ വരിക, ബോക്സ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഫ്രെയിമിനെ അലൈൻ ചെയ്ത് വെക്കണം. ആദ്യം ഫ്രെയിമിൻ്റെ വലുപ്പം നോക്കണം. എന്നിട്ട് ഫ്രെയിമിനെ അലൈൻ ചെയ്ത് വെക്കണം. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കോർണർ എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്യാം. എന്നിട്ട് അതന്നെ കൺട്രോൾ-C കൺട്രോൾ-V അടിക്കുക, കുറച്ചപ്പുറത്ത് കൊണ്ടുപോയിടുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവനെ കൊണ്ടുപോയിടാം. ഒരു ചെറിയ മിസ്സിങ് വന്നില്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, തിരിക്കണം, തിരിച്ച് വെക്കണം. ഓക്കെ, അങ്ങനെ വെക്കണം. അങ്ങനെ തിരിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഞാൻ പറഞ്ഞു തരാം. നമുക്കങ്ങനെ കിട്ടുമോ നോക്കാം ആദ്യം. കീബോർഡുമ്പോൾ പിടിച്ച് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്യാം,
ഇത് മൂന്നും നാലും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ജി അടിച്ച് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യണം, ഷാഡോ കൊടുക്കണം. ഇപ്പോൾ സൈസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പിന്നെ അൺഗ്രൂപ്പ് ചെയ്യണം. കാരണം ഇത് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് തന്നെ കിട്ടണം. ഇനി ഇവിടെ വരിക, ഇതിന് ഷാഡോ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഷാഡോ എന്ന് പറഞ്ഞ ഷേപ്പ് എഡിറ്റിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ഇപ്പം അതിന് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ പോയാൽ എഡിറ്റ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് ഇവിടെ അല്ല ശരിക്ക്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ആദ്യമൊക്കെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചെയ്യണം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് ഡാറ്റ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഒരാൾ ലാപ്ടോപ്പും പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണല്ലേ. Sitting using laptop. നമ്മൾ ഈ ഫോട്ടോ എടുക്കാന്ന്, ഈ ഫോട്ടോ എന്ത് ചെയ്യുക, നേരെ നമ്മളെ ഫ്രെയിമിക്ക് കയറ്റി വെക്കുക. എന്നിട്ട് ഫ്രെയിമിൽ എന്ത് ചെയ്യുക, ഡിലീറ്റ് ഇമേജ്. ഓക്കെ, എന്നിട്ട് ഫ്രെയിമിൽ എന്ത് ചെയ്യുക, റൊട്ടേഷനിൽ പോയിട്ട് -50 ആക്കുക. കാരണം ഇതിപ്പോൾ തിരിഞ്ഞല് നിൽക്കുന്നത്, ഇത് നമുക്ക് നേരെ ആക്കണ്ടേ. -50 ആക്കുക. -50 ആക്കിയിട്ട് കാര്യമില്ല, -30 ആക്കി നോക്കാം. നമുക്ക് കറക്റ്റ് അതിൻ്റെ റേഷ്യോ കിട്ടണം. 30 അല്ല, ഇനി 27 കൊടുത്താൽ ഇവിടെ നമുക്ക് തിരിച്ചു വെക്കാം. ഏതാണ് കറക്റ്റ് പൊസിഷൻ നോക്കാൻ. ഓക്കെ, 27.8 ഈ സൈസ് നമുക്ക് എപ്പോഴും വേണം. കാരണം ഇനി ഏതൊക്കെ വേണം, ഇനി 3 കൂടെ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അതേ ഇമേജ് തന്നെ അടുത്തേക്ക് കൊണ്ടുവന്നിടുക. എന്നിട്ട് അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, നേരത്തെ പേസ്റ്റ് ചെയ്ത് ആ സൈസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരായി. എന്നിട്ട് ഇനി വേറെ കാര്യം കൂടി ചെയ്യണം. അപ്പോൾ ഇതിനെ കണ്ട, ഇതെന്താ, ഇത് ഈ ഒരു സൈസിലല്ലേ, ഈ ഒരു സൈസ്, ഇതിൻ്റെ ഈ ഒരു വലുപ്പം ഉണ്ടല്ലോ, ഈ ഒരു വലുപ്പം തന്നെ നമുക്ക് എന്ത് വേണം, ഇനി ഇവിടെ ഉള്ള ഇമേജും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് ഈ ഇമേജ് എന്താ ചെയ്യാൻ പറ്റും, ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ട, നേരത്തെ നമ്മൾ വെച്ചതിൻ്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് കൊണ്ട് വെച്ചാൽ മതി. വലുപ്പം കുറയുന്നില്ലല്ലോ, ഇത് താവുന്നില്ല, അതാണ് പ്രോബ്ലം. ഇത് ഇത്ര വരെ താവുള്ളൂ. നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ മേലെ കൊണ്ട് വെച്ചാൽ മതി. കുറച്ചും കൂടെ ഇത് താഴേക്ക് വരണം, പക്ഷെ ഇത് താഴേക്ക് വരുന്നില്ല. താഴേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൂമിന് ചെയ്യണം. കണ്ട, ഇതിപ്പോൾ എന്തായി, കറക്റ്റ് ആൾ മാച്ച് ആയതാണ്ട, കണ്ടോ, കറക്റ്റ് ആളുടെ ഫേസ് ഇവിടെ മാച്ച് ആയതുണ്ടോ. ആ ഒരു സൈസിൽ വേണം നമ്മളിത് വെക്കാൻ. ഇനി നമ്മളത് വെച്ചാൽ എന്താവും, കണ്ടോ, കറക്റ്റായി വന്നാണ്ടോ. ഇനി എന്ത് ചെയ്യുക, അടുത്ത അതുപോലെ ഇടുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ വി അടിക്കുക, ഡൺ അടിക്കുക. പക്ഷെ ഇവിടെ തിരിഞ്ഞാ വന്നത്. ഇത് തിരിഞ്ഞു വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ തിരിച്ചിട്ടിട്ടാണ്. അതായത് ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം നമ്മൾ ഓപ്പോസിറ്റ് ആക്കിയാണ്ടാണ് ഇവിടെ ഇട്ടത്. അതുകൊണ്ടാണ് അതെന്തില്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ -27.8 അല്ലേ, ആ മൈനസ് ഒഴിവാക്കിയാൽ, മൈനസ് ഒഴിവാക്കിയിട്ട് കാര്യമില്ല, നമ്മൾ മാനുവലായിട്ട് തന്നെ തിരിക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവൻ്റെ ഫേസ് കറക്റ്റാക്കി വെച്ചാൽ മതി. എൻ്റെ ഫേസ് ഇവിടെ കറക്റ്റാക്കി വെച്ചാൽ മതി.
ഫേസ് ഒന്ന് കറക്റ്റാക്കി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഫേസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഫേസിൻ്റെ ഇത് ശരിക്കും നമുക്ക് ഇതേ ഹൈറ്റിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഹൈറ്റ് കുറച്ച് കുറവുണ്ടാണ്ട. അപ്പോൾ നമ്മൾ ഇട്ട ഇമേജ് കുറച്ച് ഹൈറ്റ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അത് പ്രോബ്ലം ഉണ്ടാവില്ല. കണ്ട, വലിയ പ്രോബ്ലം ഇല്ല, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ ഇടുമ്പോൾ ആ ഇമേജ് എന്താവും? ഓ, പ്രോബ്ലം ഉണ്ട്. കാരണം ഇവിടെ ലാപ്ടോപ്പ് ഇവിടെ വരണം, അവിടെ വരേണ്ട ലാപ്ടോപ്പ് അവിടെ ലോക്കായി. അപ്പോൾ അത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? അയച്ചു ചെയ്യണം. അതായത് ഇവൻ്റെ ഇമേജ് വലുതാക്കണം. വലുതാക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഫ്രെയിമിൽ ഫിറ്റാക്കി വെക്കുക. നമ്മുടെ ഫ്രെയിമിൽ ഫിറ്റാക്കി വെക്കുക. ഓക്കെ, ഇമേജ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഓർമ്മ വേണം. ഈ ഫ്രെയിമിൽ ഫിറ്റാക്കി വെക്കുക. എന്നിട്ട് അടുത്ത ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതും വലുതാക്കിയിട്ട് ആ ഫ്രെയിമിന് എന്താക്കുക? ഫിറ്റാക്കി വെക്കുക. നമ്മുടെ മാർജിൻ ഉണ്ടല്ലോ നമ്മൾ ഇടുന്നത്, ആ മാർജിൻ എന്താക്കുക? ഫിറ്റാക്കി വെക്കുക. അപ്പോൾ എന്താവും? അവൻ്റെ ഇമേജ് എന്താവും? ആ കണ്ണടായിട്ട് കറക്റ്റായി വരുന്നുണ്ട. ഓക്കെ, കറക്റ്റായത് ഉണ്ടാവും, കറക്റ്റായി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ വരും. പിന്നെ എന്ത് ചെയ്യുക? അടുത്ത ഇമേജ് വരിക, വലുതാക്കുക, ഒന്നും കൂടി വലുതാക്കുക, ഒന്നും കൂടി വലുതാക്കിയിട്ട് ഫിറ്റാക്കി വെക്കുക. എന്നിട്ട് അവൻ്റെ ആ കണ്ണാട കറക്റ്റ് അല്ലേ നോക്കിയാൽ മതി. ഓക്കെ, കണ്ണാട എന്തായിട്ടുണ്ട്? കറക്റ്റായി നിൽക്കുന്നുണ്ട്. കണ്ട, ആ ഗ്ലാസ് എന്തായി? കറക്റ്റായി നിന്ന്. അപ്പോൾ എന്തായി? ഇവിടെ ഈ ലാപ്പും എന്തായി? കണ്ടോ? ഈ ലാപ്പും എന്തായി? കറക്റ്റായിട്ട് നിന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക? അടുത്ത ഇമേജ് എടുത്ത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യുക? -27 കൊടുക്കുക. നേരവും എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ പോയിട്ട് വലുതാക്കുക, വലുതാക്കുക, വലുതാക്കുക. കണ്ട, അവൻ്റെ കണ്ണാട കണ്ട, കറക്റ്റായിട്ട് ആ കണ്ണാട നിർത്താണ്ടോ? അങ്ങനെ ഫേസ് കറക്റ്റാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായി? ആ ഇമേജ് എന്തായി? നമുക്ക് സൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇവരെ മൂന്നാളെയും ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ട്. ഗ്രൂപ്പ് ചെയ്താൽ പ്രോബ്ലം അല്ല, ചിലപ്പോൾ ഗ്രൂപ്പ് ചെയ്താൽ എന്താ പറയുക? ഇപ്പോൾ നമ്മൾ ഇത് കറക്റ്റാക്കി വെച്ച എലമെന്റ്സ് ഉണ്ടല്ലോ, ഈ ഫോട്ടോ നമ്മൾ കറക്റ്റാക്കി വെച്ചില്ലേ, ഈ ഫോട്ടോ എന്താവും? സൈസ് മാറും. ഇതിപ്പോൾ ഗ്രൂപ്പ് ആയത് ടോട്ടലാണ്, അതായത് ആ ഫ്രെയിമും കൂടെ, അതായത് ഈ ഇമേജ് ബാക്കിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ടും കൂടെയാണ് ഗ്രൂപ്പ് ആയത്. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് ആവണ്ട. നമുക്ക് ഇവർ നാളെ ഈ 4 ഫ്രെയിമും നമുക്ക് എന്തായാൽ മതി? ഗ്രൂപ്പ് ആയാൽ മതി. ഓക്കെ, ഗ്രൂപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ കറക്റ്റാക്കിയിട്ട് ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്ട്? ഷാഡോ വരണം ഇതിന്. ഷാഡോക്ക് ഇവിടെ എഡിറ്റ് വേണ്ടോ? ഇപ്പോൾ എഡിറ്റ് വേണ്ടോ? ഇപ്പോൾ എഡിറ്റ് വന്നാണ്ട് ഗ്രൂപ്പ് ആക്കിയപ്പോൾ എഡിറ്റിൽ ഷാഡോയിൽ ആഡ് ചെയ്താൽ കണ്ടോ? സൈസ് മാറി. ഷാഡോ ആഡ് ചെയ്തപ്പോൾ അവിടെ എന്ത് മാറി? ഷാഡോ ആഡ് ചെയ്തപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിൽ ആഡ് ഷാഡോ കൊടുത്തപ്പോൾ അതിൻ്റെ സൈസ് മാറിയത് കണ്ടോ? അപ്പോൾ അതിൻ്റെ സൈസ് മാറും അങ്ങനെ ഷാഡോ കൊടുത്താൽ. ഓക്കെ, നമ്മളെന്ത് ചെയ്യാം? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, Ctrl+D അടിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ കളർ മാറിയിട്ട് ഇതിൻ്റെ കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കാം. എന്നിട്ട് ഒപ്പാസിറ്റി ടോട്ടൽ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി നമുക്കൊരു 50 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ അടിയിൽ ഇടുക. എന്നിട്ട് അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഷാഡോ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടിനെയും പിടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതിന് രണ്ടും പിടിച്ചപ്പോൾ ഗ്രൂപ്പ് ചെയ്തപ്പോൾ എന്തായി? അവിടെ ഒരു എറർ സംഭവിച്ചു കണ്ട, നമ്മൾ ചെയ്തതിൻ്റെ ബാക്കിലോട്ട് പോയത് കണ്ടോ? ഒരു മങ്ങിയത് കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണ്ട? നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്യണ്ട, അതിനങ്ങനെ തന്നെ വെക്കാം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അത് സംഭവിക്കുന്നുണ്ട്, എറർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ Ctrl+Z അടിച്ച് ബാക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ ഫിറ്റായി. ഇനി എന്തുണ്ട്? ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട്. അപ്പോൾ ആ ഡാർക്ക് ഗ്രീൻ നമുക്ക് കൊണ്ടുവരാം. ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട്. ഡാർക്ക് ഗ്രീൻ ഒന്നുമില്ല, ഇതേ ബാക്ക്ഗ്രൗണ്ട് തന്നെ Ctrl+D അടിക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഫ്രെയിമിന് കറക്റ്റാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് വേണം? ആ ഡാർക്ക് ഗ്രീൻ നമുക്ക് എന്ത് ചെയ്യണം? പിക്ക് ചെയ്യണം, കളർ പിക്ക് ചെയ്യണം. അപ്പം എന്ത് ചെയ്യുക? കളർ പിക്കർ എടുക്കുക. കളർ പിക്ക് ചെയ്യാം.
ഇനി കളറിൽ പോയിട്ട് ആഡ് കളർ കൊടുത്തിട്ട് കണ്ടോ നമുക്ക് എന്ത് കിട്ടി? ആ ഡാർക്ക് ഗ്രീൻ നമുക്ക് അവിടെ കിട്ടി. ഇനി എന്താ വേണ്ടേ? ആ ഡാർക്ക് ഗ്രീനിന് ഷാഡോയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈന് പോലെ രണ്ട് സംഭവങ്ങളുണ്ട്. ആ ലൈനും കൂടെ ആഡ് ചെയ്താൽ പിന്നെ ഇതിനൊരു കട്ടി ഉണ്ടല്ലേ, ഈ കട്ടി നമ്മളതിന് വന്നിട്ടില്ല. ഓക്കെ, ഇതിനൊരു വിടുത്തുണ്ട്, ഈ വിടുത്ത് നമ്മൾ ഉണ്ടാക്കിയതിന് വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ആ വിടുത്ത് ശരിയാക്കാൻ പോയാൽ നമ്മളെ ടൈം ഒരുപാട് എടുക്കും. ഇപ്പൊ 40 minutes ആയി ഈ ഒരൊറ്റ ഇതുവരെ ചെയ്തതിന്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുക? ലൈൻ അടിക്കുക, കേർവ്ഡ് ലൈൻ അടിച്ചാൽ. നമുക്ക് അതുപോലുള്ളൊരു ലൈന് ഇത് ചെയ്ത് നോക്കാം. എൻ്റെ ബോർഡർ നമുക്കത് ചെയ്ത് നോക്കാം. അതിൻ്റെ സൈസ് കുറച്ചിട്ട്. ഓക്കെ, പക്ഷെ അതെന്തായിരുന്നു? അത് പക്കാ ലൈനായിരുന്നു. നമുക്കത് എന്ത് കിട്ടുന്നില്ല? പക്കാ ലൈനായിട്ട് കിട്ടുന്നില്ല. കർവ്ഡ് ലൈൻ, എൻഡ് കർവ്ഡ് ലൈൻ അടിച്ചോ. എൻഡ് കർവ്ഡ് ലൈൻ ഇത് കുറച്ചും കൂടെ അങ്ങോട്ടായ അത് ഓക്കെയാണ്. ഇത് യൂസ് ചെയ്യാം, കിട്ടി, സാധനം കിട്ടി. പിന്നെന്താ മതി? അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് ഇതിനൊന്ന് തിരിച്ച് ഓക്കെ, കൺട്രോൾ ഡി അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ രണ്ട് ലൈൻ എന്തായിട്ടുണ്ട്? ശരിയായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന്. ഓക്കെ, ആ രണ്ട് ലൈന് ശരിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ കളറ് ഗ്രീന് കളറാണത്. ഓ മൈ ഗോഡ്, ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയാം? കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇല്ല. കണ്ട, അതിന് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ടോണിൽ വന്നിട്ട് ടോണ് മാറ്റാൻ പറ്റുമോ നോക്കാം. ആ ഗ്രീൻ ഉണ്ട്, ഗ്രീന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോണിൽ വന്നിട്ട് നമുക്ക് ടോൺ മാറ്റാനുള്ള ഓപ്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ക്ലിക്ക് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലില്ല. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം സെറ്റായി. ഇനി ഇപ്പോഴത്തെ ഒരു സാധനമുണ്ട്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈഡിലോട്ട് ഇറങ്ങാം. അപ്പോൾ എന്ത് ചെയ്യാം? ബോക്സ് എടുക്കുക. ബോക്സ് എടുത്തിട്ട് ഈ കളറാണ് അത് അവിടെ ഉള്ളത്. താഴെ കൊടുത്ത ഡാർക്ക് ഗ്രീൻ ഉണ്ടല്ലോ, ആ ഡാർക്ക് ഗ്രീനിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ടതാണ്. റൗണ്ട് കർവ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി എന്ത് ചെയ്യുക? കുറക്കുക. ഒരു ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് അവിടെ ആഡ് ചെയ്യാം. നമ്മുടെ അപ്ലോഡ്സിൽ വന്നാൽ ഞാനിവിടെ നേരത്തെ എന്ത് ചെയ്തിരുന്നു?
അവിടെ ഞാനിങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യണം. ഈ യൂട്യൂബ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇനി കീബോർഡിൽ അതിനെ കൺട്രോൾ ചെയ്താൽ മതി. നമുക്ക് ഈ ഫ്രെയിമിൻ്റെ സൈസ് കുറച്ച് കുറക്കാം, അല്ലെങ്കിൽ എന്താവും ആ പോറാവും. ഓക്കെ, ഇനി അതിൻ്റെ കളർ എന്താ, വൈറ്റ് കളറാണ്. കളറിൽ പോവുക, വൈറ്റ് ആക്കുക, കളറിൽ പോവുക, വൈറ്റ് ആക്കുക. ഇനി ഇവിടെ വരിക, ഇതിനെന്താക്കുക, ഗ്രീൻ ആക്കുക, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് നമ്മൾ എന്തായി, കംപ്ലീറ്റ് ആയി. ഇനി എന്തെങ്കിലും അവിടെ ബാക്കിയുണ്ടോ, ഇനിയൊന്നും അവിടെ എന്തില്ല, ബാക്കിയില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡാണുള്ളത്, ആ സൈഡ് ചെയ്യാം.